Hey all, welcome to the Pro Wrestling Analyst channel. റെസിൽമേനിയ കഴിഞ്ഞുള്ള ആനുവൽ WWE റിലീസസിനെ കുറിച്ച് ഞങ്ങളുടെ തോട്ട്സ്, ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇമോഷൻസ് ഒന്ന് പറയാനും നിങ്ങളുടെ അഭിപ്രായം അറിയാനും കൂടെ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇറ്റ്സ് ഒഫീഷ്യൽ, സ്മാക്ക് ഡൗൺ കഴിഞ്ഞതോടെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുൾ ലിസ്റ്റ് ഓഫ് WWE റിലീസസിൻ്റെ അത് ന്യൂസ് പുറത്തു വന്നു. അപ്പം നീ അത് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നിൻ്റെ ഒരു അഭിപ്രായം അല്ലെ തോട്ട്സ്? നമ്മൾ എല്ലാ വർഷവും പ്രതീക്ഷിക്കുന്നതാണ് ഈ റിലീസസും കാര്യങ്ങളും ഒക്കെ. നമുക്കറിയാം, എപ്പോഴും നടക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം എന്നാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിൽ അറിയാം. റെസിൽമേനിയ കഴിഞ്ഞപ്പോഴത്തേന് അത് തൊട്ട് സ്മാക്ക് ഡൗൺ മുമ്പേ നടന്നു. അതായിരുന്നു ഒരു ഷോക്കർ. പിന്നെ ഷോക്കർ അതല്ല, ഷോക്കർ ഉള്ളതിൽ ഷോക്കർ എന്ന് പറഞ്ഞാൽ അലിസ്റ്റർ ബ്ലാക്ക് ആണ് എനിക്ക് പേഴ്സണലി ഒരു ഇതായി പോയത്. ഇത്രയും പുഷ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ ഇപ്പം റാൻഡി ഓർട്ടനെ ഡിഫീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആരായിട്ട് സാമിനെ ഡിഫീറ്റ് ചെയ്തു അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പുഷ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു ക്യാരക്ടറിനെ എന്തിന് റിലീസ് ചെയ്തു എന്നുള്ളത് ഒരു ഇതുമില്ല. അലിസ്റ്റർ ബ്ലാക്കിന്റെ ആണെങ്കിൽ പെർഫോമൻസ് മോശമാണോ അല്ല, വർക്ക് മോശമാണോ അല്ല, എന്തുകൊണ്ട് റിലീസ് ചെയ്തു എന്നുള്ളതാണ്. അതുമല്ല ഏപ്രിൽ 25, 2024 25 റിട്ടേൺ വന്ന അലിസ്റ്റർ ബ്ലാക്ക് ഒരു വർഷം തികച്ചെന്ന് പറയാനില്ല, ഒരു ദിവസത്തിന് തികയ്ക്കുന്നതിന് മുമ്പ് അവനെ റിലീസ് ചെയ്ത്. അതാണ് ഏറ്റവും ഷോക്കർ. ഇത് തന്നെയാണ്. അപ്പോൾ ആ കൂടെ അലിസ്റ്റർ ബ്ലാക്കിന്റെ ഭാര്യ റിയൽ ലൈഫ് പാർട്ണറായ സെലീന വേഗയും അവർ റിലീസ് ചെയ്തു. അവരൊരു പാക്കേജ് ഡീലായിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം പുള്ളിക്കാരിയെ റിലീസ് ചെയ്തു. എന്നാലും സെലീന വേഗയും കുഴപ്പമൊന്നുമില്ല, എവിടെ വേണേലും പുള്ളിക്കാരി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമറാണ്. മിഡ് കാർഡ് റണ്ണ് കൊടുക്കാനാണെങ്കിലും ടാഗ് ടീമിലാണെങ്കിലും അല്ലെങ്കിൽ അലിസ്റ്റർ ബ്ലാക്കിൻ്റെ കൂടെ ഒരു വാല എന്ന രീതിക്കെല്ലാം വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എസ്പെഷ്യലി അവർ റിയൽ ലൈഫ് പാർട്ട്നേഴ്സാണ്. അപ്പം അതിൻ്റെ ഒരു കെമിസ്ട്രി എന്നാണല്ലോ അവിടെ ഉണ്ട്. എന്നാണല്ലോ അലിസ്റ്റർ ബ്ലാക്ക് പോയത് ശരിക്കും പറഞ്ഞാൽ അവനോട് ചെയ്ത എന്നാ നീതികേടാണ് സത്യത്തിൽ. ട്രിപ്പിൾ എച്ചിൻ്റെ ഒരു വലിയൊരു ലിസ്റ്റ് ഓഫ് ആൾക്കാരിൽ വലിയ നമ്പർ 1 അല്ലെ ആ ടോപ്പിലായിരുന്നു അലിസ്റ്റർ ബ്ലാക്ക്. NXT കണ്ടിട്ടുള്ളവർക്കറിയാം എന്നാ രീതിയിലാണ് ആ അലിസ്റ്റർ ബ്ലാക്കിനെ അവർ പുഷ് ചെയ്തതും ബുക്ക് ചെയ്തതും. നല്ലൊരു ടോപ്പ് ലെവൽ ആത്ലീറ്റാണ്. അത് പോയത് ഭയങ്കര ഇതായിപ്പോയി. ഇനിയിപ്പോൾ അറിയത്തില്ല അലിസ്റ്റർ ബ്ലാക്ക് എങ്ങോട്ട് പോകുന്നുള്ളൂ. കാരണം EWയിൽ അവൻ ബേൺ സം ബ്രിഡ്ജസ്. അവിടെ തിരിച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവൻ കുറച്ച് EW വിമർശിച്ചായിരുന്നു. അറിയത്തില്ല, ആൻഡ്രോയിഡെ പോയി, അതുപോലെ അവനും പോവായിരിക്കാം, അറിയത്തില്ല. ഹോപ്പ്ഫുള്ളി അവനൊരു നല്ലൊരു റൺ കിട്ടട്ടെ. അതെ. പിന്നെ വൈറ്റ് സിക്സിൻ്റെതും ഇതുപോലെ തന്നെയാണ്. വൈറ്റ് സിക്സിന് ശരിയാണ്, കണക്റ്റ് ആവുന്നില്ല, സ്റ്റോറി ഒട്ടും ഇവരുമായിട്ട് കണക്റ്റ് ആവുന്നില്ല, ഓഡിയൻസായിട്ട് കണക്റ്റ് ആവുന്നില്ല എന്നുള്ള രീതിയിൽ വന്നു. അതാണ് നടന്നത് ശരിക്കും പറഞ്ഞാൽ. അതിൽ നമുക്കറിയാം ഇപ്പം കുറച്ച് പേരുടെ റിലീസസ് നമ്മൾ ഓൾറെഡി, ഞാൻ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ എറിക് റോവന്റെ റിലീസ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഒത്തിരി പ്രാവശ്യം എറിക് റോവിനെ റിലീസ് ചെയ്തിരുന്നു. അപ്പം ഞാൻ അത് എക്സ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ കുറച്ച് ഇതായിരുന്നു. അതെ. അപ്പൊ അതിനകത്ത് ഒരു വീക്ക് ലിങ്ക് എന്ന് പറഞ്ഞ എറിക് റോവൻ ആയിരുന്നു. കാരണം എറിക് റോവന്റെ ഒരു സ്റ്റൈൽ ഓഫ് എന്നാ പറയുന്നത് WWE ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എറിക് റോവന് പറ്റുന്ന രീതി അല്ല. പിന്നെ എറിക് റോവനെ മാറ്റി വലിയൊരു എന്നാ പറയുക ബോഡി ഗാർഡ് സ്റ്റൈൽ, പണ്ടത്തെ സ്റ്റൈലിൽ ഒരു വലിപ്പമുള്ള ഒരു നല്ലൊരു ആളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് വലിപ്പമുള്ള ഒരു ബോഡി ഗാർഡ് പോലെ വരാനായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ എല്ലാ ഡേർട്ടി വർക്കെല്ലാം ചെയ്യാനായിട്ട് കൂടെ നടക്കുന്ന ഒരുത്തൻ എന്നുള്ള രീതിയിൽ ഇസീക്കിൽ ജാക്സൺ വന്ന പോലെ, ഇസീക്കിൽ ജാക്സനും ബ്രയൻ കൺട്രിക്കിൻ്റെ കൂടെ വന്നതുപോലെയോ ബാറ്റിസ്റ്റ ആദ്യം വന്നതുപോലെയോ അങ്ങനെയൊക്കെ ഇത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ ഇപ്പോൾ എറിക് റോവന് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ടാഗ് ടീം ടൈറ്റിൽ റൺ ഉണ്ടായിരുന്നു, ഓക്കെ. അത് ഇപ്പം നമ്മുടെ ആദ്യത്തെ ബ്രേ വൈറ്റിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ വൈറ്റ് ഫാമിലിയിലായിരുന്നപ്പോഴും. അപ്പോൾ ഇനിയിപ്പം സത്യം പറഞ്ഞാൽ വേറൊന്നും അവന് ചെയ്യാനില്ല. അത് ആ രീതി ഓക്കെ സമ്മതിച്ചു. പക്ഷേ ബാക്കിയുള്ളവർ ബോ ഡാലസ് നല്ലൊരു പെർഫോമറാണ്. NXT പറഞ്ഞ പോലെ NXT കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അവിടുത്തെ NXT ചാമ്പ്യൻ ആയിരുന്നു ബോ ഡാലസ്. ഇതില് യങ്ങസ്റ്റ് NXT ചാമ്പ്യൻ ആണ് ബോ ഡാലസ്. 22 വയസ്സിൽ
ചാമ്പ്യൻഷിപ്പ് എടുത്തു. NXT ഫസ്റ്റ് അത് സെത്ത് റോളിൻസിന്റെ അല്ലെ, സെത്ത് റോളിൻസിന്റെ എടുത്താന്ന് തോന്നുന്നു. അതെ അതെ. നൈസ്. അത് നല്ലൊരു വർക്കർ ആയിരുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ പോയിരുന്നോണ്ട് ബോഡാലസിന്റെ ക്യാരക്ടർ എങ്ങനെ വേണേലും വർക്കൗട്ട് ചെയ്യാമായിരുന്നു. ഇപ്പം അങ്കിൾ ഹൗഡിന്ന് മാറി ബോഡാലസിന് ഒരു ക്യാരക്ടർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് വർക്കൗട്ട് ചെയ്ത നിക്കി ക്രോസിനെ നമുക്ക് പറയാതിരിക്കാൻ പറ്റും. എവിടെ ഇട്ടാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഫോർമർ വേൾഡ് ചാമ്പ്യനാണ്, ടാഗ് ടീം ചാമ്പ്യനാണ്. ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല നിക്കി ക്രോസിനോട്. അപ്പം നിക്കി ക്രോസ് പോയി, അത് ഭയങ്കര ഒരു സങ്കടം. അല്ലെങ്കിൽ അവരെല്ലാം ഇങ്ങനെ അങ്ങ് റിലീസ് ചെയ്തത് ബഡ്ജറ്റ് കട്ടിൻ്റെ പേര് കണ്ടവരെല്ലാം വലിച്ചു വാരി സൈനിങ് ചെയ്യുന്നുണ്ട്. ആ കൂടെ ഇതുപോലെയൊക്കെ ഉള്ളവരെ നല്ല കുറച്ച് ആൾക്കാരെ റിലീസ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എനിവേസ് ഓൾ ദ ബെസ്റ്റ്. എനിവേസ് പോയർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ്. അതേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ ഡെക്സ്റ്റർ ലൂമിസ്. അതെ അതെ. ലൂമിസ് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു NXTയിൽ ആക്ച്വലി. ഇൻഡി ഹാർട്ടിലും ഒരു ജോണി ഗാർഗനൊക്കെ ആയിട്ടുള്ള അതെ അതെ, അത് നല്ല രീതിക്ക് പോയതായിരുന്നു. പക്ഷെ പുള്ളിയുടെ ക്യാരക്ടറെ വെച്ച് പുള്ളി ക്യാരക്ടറിനോട് 100% നീതി പുലർത്തിയ ആളാണ്. കാരണം പുള്ളിയുടെ ക്യാരക്ടർ ഒരു വിയേർഡ് ക്യാരക്ടർ, ഒത്തിരി പ്രോമോ കട്ട് ചെയ്യാനോ മാക്സ് സ്കില്ലോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ക്യാരക്ടറാണ് അല്ലേ. അവൻ്റെ ആക്ഷൻസ് വിയേർഡ് ആക്ഷൻസ് അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് പുള്ളി അത് നല്ല രീതിയിൽ ചെയ്തു, പെർഫോം ചെയ്തു. ഇപ്പം അവൻ്റെ TNA റൺ കണ്ടിട്ടുള്ളവർക്കറിയാം അവനെ എവിടുന്ന് ആ ക്യാരക്ടർ കൊണ്ടുവന്നതെന്നുള്ളത്. അവനൊരു പ്രാന്തൻ എന്നുള്ള രീതിയിലാണ്. അപ്പം വലിയ വർത്തമാനമൊന്നുമില്ല. അവൻ്റെ മറ്റേ പ്രാന്ത് പിടിച്ച പരിപാടികളൊക്കെ കാണിച്ച് ആൾക്കാരെ ഒന്ന് പേടിപ്പിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പം അത് അവൻ നല്ല രീതിയിൽ ചെയ്തു. WWE അത്ര അല്ലെന്ന് പറഞ്ഞാൽ പോലും ആ രീതിക്ക് തന്നെ അവന് WWE കൊണ്ടുവന്നു. WWE വേർഷൻ ആക്കി തീർത്തു അവൻ ആ ക്യാരക്ടറിനെ. അത് എനിവേസ് ഇവർക്കാർക്കും എന്നാ പറയുന്നത് ഒരു ഭാവിയില്ലാതായി പോകുന്നു എന്ന് തോന്നുന്നില്ല. എനിവേസ് അവർക്കൊരു നല്ലൊരു ഫ്യൂച്ചർ കിട്ടും. പിന്നെ ഉള്ളതാണ് ജോഗേസിയുടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്തു. ജോഗേസി എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അതൊരു കെവിൻ ഓവൻസിന്റെ സെറ്റപ്പാണ് ജോഗേസിയുടെ സെറ്റപ്പ് അല്ലേ? എങ്ങനെയാണ് തോന്നുന്നത്? ജോഗേസി അങ്ങനെയാണ് ഡീൽ ചെയ്തിരുന്നത്. ജോഗേസിയുടെ NXT റൺ കണ്ടാൽ അറിയാം, അവനൊരു ഫാക്ഷൻ ലീഡ് ചെയ്തു. നല്ല കുഴപ്പമില്ലാത്ത ഫാക്ഷനായിരുന്നു. എനിവേസ് ഒത്തിരി ഫ്യൂച്ചർ കാണുന്നില്ലായിരിക്കും. അവന് അത്ര വലിപ്പമൊന്നുമില്ല. കെവിൻ ഓവൻസിൻ്റെ സ്റ്റൈലാണ്. പക്ഷേ അതൊക്കെ ആയിരിക്കാം ജോഗേസി. അത് നല്ലൊരു മിഡ് കാർഡ് പുഷൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമുള്ള ആളല്ലായിരുന്നു. എനിവേസ് എനിക്കൊന്ന് ഈ വയറ്റ് 6 എന്ന് പറഞ്ഞാൽ അത് ഒരു ട്രിബ്യൂട്ട് ആക്ട് ആയിരുന്നു ബ്രേ വൈറ്റിനോട്. അപ്പോൾ അത് അങ്ങോട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതങ്ങ് പോയി. ആ ഒരു എല്ലാവർക്കും ഉള്ള ഇമോഷണൽ കണക്ഷൻ അങ്ങ് വിട്ടു. കാരണം ബ്രേ വൈറ്റ് പോയി. ഇനിയിപ്പം ബ്രേ വൈറ്റിനെ വെച്ചോണ്ട് എത്ര നാൾ ഒരാൾക്ക് ഇപ്പം റെയ് മിസ്റ്റീരിയോ എഡി ഗെററേയും വെച്ചോണ്ട് വർഷങ്ങളോളം പോയിരുന്നേ കളി നടക്കത്തില്ലായിരുന്നു. റെയ് മിസ്റ്റീരിയോ ആ സമയത്ത് അവരത് ക്യാച്ച് ചെയ്തു, ആ ഇമോഷൻ ക്യാച്ച് ചെയ്ത് അവനെ വേൾഡ് ചാമ്പ്യനാക്കി. അത് കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞു. അത് മൂവ് ഓൺ ചെയ്യണം. പിന്നെ ഈ വൈറ്റ് 6 എന്ന് പറഞ്ഞ് അതാണ് പറ്റിപ്പോയത്. ആൾക്കാർക്ക് അങ്ങോട്ട് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഈ പറ്റിപ്പോയത്. പിന്നെ ഉള്ളത് അപ്പോളോ ക്രൂസ്. ഞാൻ എല്ലാ വർഷത്തെ റിലീസ് വരുമ്പോൾ ഓർക്കും അപ്പോളോ ക്രൂസ് പോകും. കാരണം അവനെ ഒരു കാര്യത്തിന് യൂസ് ചെയ്യുന്നില്ല. ഊഹാ നേഷൻ എന്നായിരുന്നു അപ്പോളോ ക്രൂസിന് ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് സീനിലുണ്ടായിരുന്ന അവൻ്റെ പേര്. നല്ലൊരു വർക്കർ, നല്ലൊരു പെർഫോമറാണ്. അളിയൻ വന്നിരുന്ന് ബെഞ്ച് വാം ചെയ്ത് വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുക. അവൻ്റെ പ്രായം പോയി. പക്ഷേ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും വലിയ സെറ്റപ്പ് പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും. കാരണം അവർക്കെല്ലാം ഫാമിലി ഉള്ളതാണ്. അവർക്ക് ആ ഫാമിലി റൺ ചെയ്യണം. WWE പേ ചെക്ക് എന്ന് പറയുന്നത് വലിയതാണ്. അപ്പോൾ അത് വെച്ച് എന്നാ പറയുന്നത് അപ്പോളോ ക്രൂസ് വിചാരിച്ച് കാണും, ഓക്കെ ആസ് ലോങ് ആസ് എത്ര നാൾ പോകുന്നു അത്ര നാൾ പോട്ടെ. 10-12 വർഷമായെന്ന് തോന്നുന്നു അപ്പോളോ ക്രൂസ് പോകുന്നുണ്ട്. അതെ ശരിയാ. ഇടയ്ക്ക് കുറച്ച് ചാമ്പ്യൻഷിപ്പ് ഒക്കെ എടുക്കാൻ പറ്റി. അതെ, ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പും US ടൈറ്റിലും ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ മിഡ് കാർഡിൽ കുറച്ചൊക്കെ ചെയ്ത് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും ചെയ്തില്ല. എനിവേസ് നല്ല പെർഫോമർ ആയിരുന്നു. പെർഫോമൻസിന് പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ സാന്റോസ് എസ്കോബാർ അതൊരു നല്ല പെർഫോമർ തന്നെയാണ്. സാന്റോസ് എസ്കോബാർ. അതെ, സാന്റോസ് എസ്കോബാർ കുറച്ച് നാളായിട്ട് WWE ആക്റ്റീവ് അല്ല ഇപ്പം. പക്ഷെ അത് സ്റ്റിൽ ട്രിപ്പിൾ ഉണ്ട്. അവനെ റിലീസ് ചെയ്താണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവൻ്റെ കോൺട്രാക്ട് എൻഡ് ആയതാണോ? അങ്ങനെ ഒരു കുറച്ച് നാളത്തിന് കഴിഞ്ഞ വർഷം ഒരു പരിപാടി ഉണ്ടായിരുന്നു.
പക്ഷേ അവനെ റീസൈൻ ചെയ്തെന്ന് പറഞ്ഞു വന്നു. റീസൈൻ ചെയ്ത് അവൻ ട്രിപ്ലയിൽ വന്നു ഒരു മാച്ച് കഴിഞ്ഞ് അവൻ ഇഞ്ചർ ആയിപ്പോയി കഴിഞ്ഞിടയ്ക്ക്. അതാ പറ്റിപ്പോയി. പക്ഷേ ഇങ്ങനെ ഒരുത്തിനെ റീസൈൻ ചെയ്തിട്ട് ഉടനെ റിലീസ് ചെയ്യണം, പിന്നെ അവന്മാരെന്തിനാ റീസൈൻ ചെയ്തതെന്നുള്ളതാണ് എനിക്ക് നമുക്കത് മേക്ക് സെൻസ് ആകുന്നില്ല. ഇവന്മാർ ചുമ്മാ ആവശ്യമില്ലാതെ ഹയർ ചെയ്തിട്ട് പിന്നെ അപ്പം തന്നെ അവനെ അങ്ങ് റിലീസ് ചെയ്തപ്പോഴായിരുന്നു. സാന്റോസ് എസ്കോബാർ ഈ പറഞ്ഞ പോലെ ലൂച്ച അണ്ടർഗ്രൗണ്ടൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. നല്ലൊരു വർക്കറാണ്. മെക്സിക്കൻ സീനിലെ ഒരു ലെജൻഡാണ് സാന്റോസ് എസ്കോബാർ. NXT-ലെ അവൻ്റെ റണ് നല്ല അടിപൊളിയായിരുന്നു. അതെ ക്രൂസർ വെയ്റ്റും ചാമ്പ്യനും ആയിരുന്നു. NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ആയിരുന്നു അല്ലേ? അതെ അവൻ്റെ ഫാക്ഷനും അടിപൊളിയായിരുന്നു. അതെ പിന്നെ നമുക്ക് പറയാനുള്ളത് മോട്ടോർ സിറ്റി മിഷൻ ഗണ്ണ് അലക്സ് ഷെല്ലിയും നമ്മുടെ ക്രിസ് സേബിനും. അതെ, ഇവർ രണ്ടുപേരുടെ റിലീസ് കുറച്ച് നാളായിട്ട് ഇവരെ വലിയ കാര്യത്തിലൊന്നും മൈൻഡ് ആക്കുന്നില്ലായിരുന്നു. സ്മാക്ക് ഡൗണിലാണെങ്കിലും ചുമ്മാ അവർ തമ്മിലുള്ള എന്തോ ഒരു ചെറിയ സ്പാർക്ക് വരുത്തുന്നുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നി. പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത് അറിഞ്ഞില്ല. നമ്മൾ പറഞ്ഞ പോലെ അവരെ റിലീസ് ചെയ്തത് നന്നായി. ഇങ്ങനെ ഇട്ട് അടിക്കുന്നത് അവർ രണ്ടുപേരും ഫോർമർ വേൾഡ് ചാമ്പ്യൻസ് ആണ്. ഇവരെ ഇട്ട് അടിക്കുന്നതിലും നല്ലത് റിലീസ് ചെയ്ത് അവര് പോകുന്നത് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഹാപ്പിയാണ് ആ ഒരു കാര്യം. എനിക്ക് സന്തോഷമുള്ളൂ അവർ പോയത്. കാരണം ഒരു വർഷം ആയതുള്ളൂ തോന്നുന്നു അവർ വന്നിട്ടല്ലേ. ഒരു വർഷം കുറച്ചായതുള്ളൂ. പക്ഷേ ഇന്നലെ ഒരു പ്രാവശ്യം WWE ടാഗ് ടീം ചാമ്പ്യൻസ് ആകാൻ പറ്റി. അത് വലിയ കാര്യം. അവരുടെ റെസ്യൂമേൽ WWE ഒരു ബെൽറ്റ് അവർക്ക് കിട്ടാൻ സാധിച്ചു. അത് വലിയ കാര്യമാണ്. പിന്നെ ഞാൻ ഓർത്ത് ജോണി ഗാർഗാനായിട്ട് സെഗ്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് കൂട്ടുമെന്ന് ഇവർ തമ്മിൽ. കാരണം ജോണി ഗാർഗാനും അലക്സ് ഷെല്ലി ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഓർത്തെ, പക്ഷേ നടന്നില്ല. അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നല്ലോ ജോണി ഗാർഗാനോ പോയിരുന്നെങ്കിൽ. കാരണം ഈ വർഷം ഞാനൊന്ന് ആലോചിച്ചു ഇവനും പോയിരുന്നു. കാരണം AEW അവന് നല്ലൊരു സ്ഥാനം കിട്ടും. ജോണി ഗാർഗാനോ, കാൻഡിസ് ലെറേ അതുപോലെ തന്നെ രണ്ടുപേരും അന്യായ ആൾക്കാരാണ്. ഈ എറയിലെ ഒരു ഷോൺ മൈക്കിൾസ് ലെവൽ പെർഫോമറാണ് ജോണി ഗാർഗാനോ. അതിൻ്റെ ഇടയ്ക്ക് കാൻഡിസ് ലെറേയും ഈ ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് സീൻസ് കണ്ടിട്ടുള്ളവർക്കറിയാം വലിയ സെറ്റപ്പാണ്. AEW ആദ്യം തുടങ്ങിയ സമയത്ത് ഈ യങ് ബക്സിനോടും കെനി ഒമേഗയോടൊക്കെ നിങ്ങളുടെ വുമൻസ് ഡിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരെ നിങ്ങൾക്ക് വേണം എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് കാൻഡിസ് ലെറേ അവർക്ക് വേണമെന്നാണ്. അതുപോലെ ഒരു വലിയ പെർഫോമറാണ്. ഈ WWE ആർക്കും ഇവളെ അറിയത്തില്ലെന്നുള്ളൂ. കാൻഡിസ് ലെറേയാണ് പലരെയും ഇഞ്ചറി കഴിഞ്ഞ് റിംഗ് ഷേപ്പിലോട്ട് കൊണ്ടുവരാനൊക്കെ അവർ അസിസ്റ്റൻസ് ചോദിക്കുന്നത് കാൻഡിസ് ലെറേയാണ്. അതുപോലെ നല്ലൊരു വർക്കറാണ്. അത് ഹോപ്പ്ഫുള്ളി അവനെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. എനിവേസ് ലെറ്റ്സ് സീ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഉള്ളത് ഇനിയും പിന്നെ നമുക്ക് വേറെ റിലീസായിരുന്ന സോയി സ്റ്റാർക്ക്, ആൻഡ്രി ചേസ്, ഇവർ രണ്ടുപേരുമാണ്. സോയി സ്റ്റാർക്കിൻ്റെത് നമുക്ക് കുറച്ച് നാളായിട്ട് ഇൻജേർഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സോയി സ്റ്റാർക്കും അങ്ങനെ റിലീസായി. അതെ, സോയി സ്റ്റാർക്കും അത്യാവശ്യം നല്ല ഒരു പെർഫോമറാണ്. റെസ്ലിംഗ് സ്കില്ല് കുറവാണ്. അത് ഓഫ് കോഴ്സ് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ നല്ലൊരു പെർഫോമറാണ്. ഒരു മൗത്ത് പീസിനെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സോയി സ്റ്റാർക്കിനെ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് ഈ പരിക്ക് പറ്റിയിരിക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന ഏറ്റവും വലിയ തെണ്ടിത്തരം അവരോട് ചെയ്യുന്ന ഒരുമാതിരി നീതികേടാണ്. അവർ ഇത്രയും WWE വേണ്ടി കഷ്ടപ്പെട്ട് പരിക്ക് പറ്റി അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് എന്തെങ്കിലും ഒരു റെസ്പെക്ട്ഫുള്ളി എന്തെങ്കിലും ചെയ്യണ്ടേ. അത് ചെയ്തില്ല. അത് പറഞ്ഞിട്ടിപ്പോൾ കാര്യമില്ല. അവൾക്ക് അൺലക്കി ആയിപ്പോയി. പിന്നെ ആൻഡ്രേ ചേസാണ് നമുക്കറിയാം. ആൻഡ്രേ ചേസ് റൈറ്റിംഗ് വാസ് ഓൺ ദ ബോൾ. ഒത്തിരി നാളൊന്നും ഇനി മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ലെന്ന് നമുക്കറിയാം. കാരണം ചേസ് യൂണിവേഴ്സിറ്റി തീർന്നു. ഇനിയിപ്പോൾ ചേസ് യൂണിവേഴ്സിറ്റി കൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാനില്ല NXT-ലാണെങ്കിൽ പോലും. അപ്പോൾ അതിന് കിട്ടിയ അവസരം അളിയൻ കുഴപ്പമില്ലാതെ യൂസ് ചെയ്തു. മാക്സിമം എക്സ്പോഷർ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഹോപ്പ്ഫുള്ളി ഭാവിയിൽ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് കണ്ടിരിക്കാം. ആൽബ ഫയർ ആണ് പിന്നെ എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയ എനിക്ക് ഒരു പക്ഷേങ്കിലും അതിനകത്ത് ഞാൻ സന്തോഷവാനാണ്. കാരണം ആൽബ ഫയറിനെ അല്ലെങ്കിൽ കെയ്ലി റേ, NXT UK NXT കണ്ടവർക്കറിയാം കെയ്ലി റേ, അതാണ് ശരിക്കുമുള്ള ആൽബ ഫയർ എന്ന് പറയുന്ന ഒരു ചൂത്ത പേരും. കെയ്ലി റേയുടെ പെർഫോമർ ആസ് എ പെർഫോമർ കെയ്ലി റേ വൺ ഓഫ് ദ ബെസ്റ്റ് യൂറോപ്യൻ റെസ്ലേഴ്സാണ് വിമൻസിൽ. ലോങ്ങസ്റ്റ് റണ്ണിങ് UK വിമൻസ് ചാമ്പ്യൻ ആയത്. അതുപോലൊരു പുഷ് പുള്ളിക്കാരിക്ക് കൊടുത്തിട്ട് ഇവിടെ വന്ന് ചെൽസിയുടെ സൈഡ് കിക്കായിട്ട്, അത് കുഴപ്പമില്ല, ചെൽസിയുടെ സൈഡ് കിക്ക് ആയതല്ല, പക്ഷേ പുള്ളിക്കാരി ആസ് എ സിംഗിൾ ഇൻഡിവിജ്വൽ പെർഫോമർ അതിനകത്ത് മെയിൻ റോസ്റ്ററിൽ ആൾക്കാർക്ക് ആർക്കും പുള്ളിക്കാരിയെ കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. ചെൽസി ഗ്രീൻ ആണെങ്കിലും പൈപ്പ് ആണെങ്കിലും ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുമാത്രം നല്ലൊരു പെർഫോമറാണ് ആൽബ ഫയർ. എവിടെ പോയാലും അവരുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആൽബ ഫയർ അല്ലെങ്കിൽ കെയ്ലി റേ ഹയർ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. അത് ആൽബ ഫയറും പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഷോക്കിംഗ് റിലീസ് പറയേണ്ടത്
കൈറി സെയിൻ. അതെ അതെ. അത് കൈറി സെയിൻ്റെത് അതെ, നമ്മൾ സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയാണ്. ഇത്ര ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറിക്ക് ഇടയ്ക്ക് ഇപ്പം ഇവരുടെ കബൂക്കി വാരിയേഴ്സും നമ്മുടെ ഇതുമായിട്ട് റിയ റിപ്ലി, യോസ്കായ് ഒക്കെ ആയിട്ട് ഒരു മൂവ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോറിയാണ്. അത് പെട്ടെന്ന് ഒരു ഇതായിപ്പോയി. അതും അതുപോലെ തന്നെ ഷോക്കിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ചാമ്പ്യൻ എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു ജപ്പാനിന്ന് ന്യൂ ജപ്പാനിലെ ചാമ്പ്യൻ ആയിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നു, പെട്ടെന്ന് സൈൻ ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് ഇവിടെ വന്നിട്ട് ചുമ്മാ ഒന്നും ചെയ്യുന്നില്ല അല്ലേ. പിന്നെ ടാഗ് ടീമിൽ കൊണ്ട് ചുമ്മാ അങ്ങോട്ട് ഇടുന്നു. എന്നാലും പക്ഷേ കൈറിയുടെ ഒരു ക്യാരിക്കുള്ള ഒരു സാധനം കൊടുക്കുന്നില്ല, ഒരു പൊസിഷൻ ഇത് കൊടുക്കുന്നില്ല. അവളോട് ചെയ്ത ഒരുമാതിരി തെണ്ടിത്തരം അവളോടും ചെയ്ത് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അവൾ പുള്ളിക്കാരി അതുപോലെ നിന്നപ്പോൾ ആസ്കയുടെ കൂടെ ആണേലും അല്ലെ ഇയോടെ കൂടെ ആണേലും എല്ലാ രീതിയിലും ആർക്കും പുള്ളിക്കാരിയോട് ഒരു കംപ്ലൈൻ്റ് ഇല്ല എല്ലാ രീതിയിലും. ഇപ്പം ഹോപ്പ്ഫുള്ളി ഈ പറയുന്നതിനകത്ത് കുറച്ച് പേർക്ക് AEW ഒരു സ്ഥാനം കാണും, അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ഒബ്വിയസ്ലി അപ്പം അവരുടെ ഇപ്പം WWE നിന്ന് മെയിൻ റോസ്റ്ററിൽ നിന്ന് റിലീസാകുന്നവർക്ക് 90 ഡേ നോ കമ്പീറ്റ് ക്ലോസ് ഉണ്ട്. 90 ഡേയ്സ് കഴിഞ്ഞ് അവർക്ക് വേറെ ഏതെങ്കിലും കമ്പനിയായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം ഏപ്രിൽ തീർന്നു, ഏപ്രിൽ 24 റിലീസായി. 90 ഡേ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ജൂലൈ 24 കഴിയുമ്പം മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ AEW ഡൈനമൈറ്റ് ജൂലൈ 29 ഡിട്രോയിറ്റ് മിഷിഗനിൽ, അതായത് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിൻ്റെ ഹോം ടൗൺ ആണ് ഡിട്രോയിറ്റ് അല്ലെ മിഷിഗൻ സ്റ്റേറ്റ് US. അപ്പോൾ അവിടെ എന്നാ പറയുന്നത് ഒരു റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ മാറ്റം വരാം, പക്ഷേ അങ്ങനെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കൈറി സെയിൻ ആണെങ്കിലും കൈറി സെയിൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൈറി സെയിൻ്റെ ആൾക്കാരൊക്കെ AEW ഉണ്ട്. കൈറി സെയിൻ AEW ഒരു സ്ഥാനം കിട്ടട്ടെ. നല്ലൊരു ഇപ്പൊ ടോണി സ്റ്റോമിനെ റിലീസ് ചെയ്തോളൂ. ടോണി സ്റ്റോം ഇവിടുന്ന് പോയി അവിടെ ചെന്നപ്പം എന്നാ നല്ലൊരു പെർഫോമർ ആണെന്ന് എല്ലാവർക്കും കാണാൻ പറ്റി. അങ്ങനെ ഒരു റണ്ണ് കൈറി സെയിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് റിലീസ് ആയ എല്ലാവരോടും പറയാനുള്ളത് താങ്ക് യു ഫോർ ഓൾ ദ തിങ് ദാറ്റ് യു ഹാവ് ഡൺ ഇൻ WWE. ഹോപ്പ്ഫുള്ളി വേറെ എവിടെയെങ്കിലും ആസ് എ പ്രോ റെസ്ലിംഗ് ഫാൻ നമുക്കതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇവരാരും നമുക്കാർക്കും എല്ലാവരും സ്വന്തം ജീവിതം റിസ്ക് ചെയ്തുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാം ചെയ്യുന്ന ഒരു മാർവലസ് ജോബാണ്. എനിവേയ്സ് അതിൻ്റെ ഒരു കണക്ക് വെച്ച് അവർക്ക് എവിടെയെങ്കിലും ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ, ഏതെങ്കിലും കമ്പനിയിൽ നല്ലൊരു റൺ കിട്ടട്ടെ, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.